ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെമ്മറിയാണ്. ഓക്കെ, മെമ്മറി എന്ന് പറഞ്ഞാൽ ഓർമ്മ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മ കാണുമല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ ആരാണെന്ന്? ഓർമ്മയുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. ഓക്കെ, അപ്പം മെമ്മറി എന്താ? Memory is the mental process by which information is encoded, stored and retrieved for later use. അതായത് മെമ്മറി എന്ന് പറയുന്നത് ഒരു മെൻ്റൽ പ്രോസസ്സാണ്. അവിടെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷനെ ആദ്യം എൻകോഡഡ് ചെയ്യും, അത് കഴിഞ്ഞ് സ്റ്റോർ ചെയ്ത് വയ്ക്കും, പിന്നെ റിട്രീവ്ഡ് ഫോർ ലേറ്റർ യൂസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ മെമ്മറി. അക്കിൻസൺ ആൻഡ് ഷിഫറിങ് പറയുന്നത് മെമ്മറി എന്ന് പറയുമ്പോൾ ഈസ് എ സിസ്റ്റം ഫോർ സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ് ഇൻഫോർമേഷൻ ഓവർ ടൈം. അവർ പറയുന്ന ഇതാണ്, മെമ്മറി എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. അതിൽ ഇൻഫോർമേഷൻസ് സ്റ്റോറിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിട്രീവും ചെയ്യുന്നുണ്ട് ഓവർ ടൈമിൽ. എക്സാമ്പിൾ, റിമെമ്പറിങ് ആൻസേഴ്സ് ലേൺഡ് യെസ്റ്റർഡേ ഡ്യൂറിങ് ആൻ എക്സാമിനേഷൻ. നാളെ നിങ്ങൾക്ക് സൈക്കോളജി പരീക്ഷയാണെന്ന് വിചാരിക്കുക. ഇന്ന് തലേദിവസമാണ്, ഇന്നിരുന്ന് നിങ്ങൾ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നാളെ പരീക്ഷയ്ക്ക് പോയി നിങ്ങൾ എഴുതുന്നു. ആ എഴുതാനായിട്ട് ഓർമ്മ വരുന്നു, അതാണ് മെമ്മറി. ഓക്കെ, നമ്മൾ ഇന്ന് തലേദിവസം ഇരുന്ന് പഠിക്കുന്ന എല്ലാം ഓർമ്മ വരണമെന്ന് നിർബന്ധമില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അടുത്തത് കീ പ്രോസസ് ഓഫ് മെമ്മറി. എന്താണ് കീ പ്രോസസ് ഓഫ് മെമ്മറി? കീ പ്രോസസ്സസ് ESR എന്ന് പറയുന്ന ഒരു ഷോർട്ട് വേർഡാണ് കേട്ടോ, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറയുമ്പോൾ എൻകോഡിങ്, S എന്ന് പറയുമ്പോൾ സ്റ്റോറേജ്, R എന്ന് പറയുമ്പോൾ റിട്രീവൽ. അല്ലാതെ ESR എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ കൗണ്ടൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ ഹൈ ആയിട്ടൊക്കെ കാണിക്കുമല്ലോ, ആ ESR അല്ല കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ മെമ്മറിയുടെ ESR ആണ്. എൻകോഡിങ് എന്താണെന്ന് നോക്കാം. എൻകോഡിങ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ഇൻഫോർമേഷൻ ഇൻ ടു എ ഫോം ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ മെമ്മറി. ഇപ്പോൾ എൻകോഡിങ് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേഷനെ കൺവേർട്ട് ചെയ്യുന്നത് ഒരു ഫോമാക്കി വയ്ക്കും. ആ ഒരു പ്രോസസ്സിനെ എൻകോഡിങ് എന്ന് പറയാം. എന്നിട്ട് ആ ഒരു ഫോമിനെ സ്റ്റോർ ചെയ്ത് വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും മെമ്മറിയിൽ. ലേണിങ് എ ഫോൺ നമ്പർ ബൈ റിപ്പീറ്റിംഗ് ഇറ്റ്. അല്ലേ, നമുക്ക് ഫോൺ നമ്പർ പഠിക്കണം. അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ അറിയാമോ? ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ പഠിക്കണം. ഒരു തവണ 2 തവണയൊക്കെ വെറുതെ പഠിച്ചാൽ ഓർമ്മ നിൽക്കുമോ? കാണാതെ പറയാൻ പറ്റുമോ? ഇല്ല. വീണ്ടും കുറച്ചൊരു 10-15 തവണയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. പഠിച്ച് കാണാതെ പറഞ്ഞ് പഠിച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ഓർമ്മയിരിക്കും, അല്ലേ? അടുത്തത് സ്റ്റോറേജ് റെഫേഴ്സ് ടു മെയിൻറ്റെയിൻ എൻകോഡഡ് ഇൻഫോർമേഷൻ ഇൻ മെമ്മറി ഓവർ ടൈം. അപ്പോൾ എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇൻഫോർമേഷനെ സ്റ്റോർ ചെയ്ത് വയ്ക്കും, ഭദ്രമാക്കി സൂക്ഷിച്ച് വയ്ക്കും. ഓക്കെ, ഫ്യൂച്ചർ യൂസിലൊക്കെ വേണ്ടിയിട്ട്. റിമെമ്പറിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ലേൺഡ് ഇൻ സ്കൂൾ. നമ്മൾ സ്കൂളിൽ പഠിച്ച മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ, അടിച്ചും പിച്ചിയും നുള്ളിയും, വീട്ടിൽ അമ്മയൊക്കെ പിച്ചിയും നുള്ളി അടിച്ചൊക്കെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്ത ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ഓർത്തിരിക്കുന്നില്ലേ? പാവം നമ്മൾ. അടുത്തത് റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ഓഫ് ഇൻഫോർമേഷൻ ടു കീപ്പ് ഇറ്റ് ആക്റ്റീവ് ഇൻ മെമ്മറി. മെമ്മറിയിൽ പൊടിയൊക്കെ തട്ടിയെടുക്കുക എന്ന് പറയില്ലേ, അതാണ് ഈ റിഹേഴ്സൽ എന്ന് പറയുന്നത്. പഠിച്ച കാര്യം വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നില്ലേ, റിഹേഴ്സൽ ചെയ്യുക. വീണ്ടും ഒന്നും കൂടെ എടുത്ത് പഠിച്ച് കുറച്ച് പൊടിയൊക്കെ തട്ടി നല്ല സുന്ദര കുട്ടപ്പന്മാരൊക്കെ ആക്കി നമ്മളുടെ ഇൻഫോർമേഷനെ വയ്ക്കുക. റിപ്പീറ്റിംഗ് എ ഫോർമുല അഗെയിൻ ആൻഡ് അഗെയിൻ ബിഫോർ ആൻ എക്സാം. പരീക്ഷയ്ക്ക് മുമ്പ് ഒരു ഫോർമുല പഠിക്കുന്നെങ്കിൽ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, എഴുതുക, കേൾക്കുക. അടുത്തത് റിട്രീവൽ ഈസ് എ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് സ്റ്റോർഡ് ഇൻഫർമേഷൻ ബാക്ക് ഇൻ ടു അവയർനെസ്. അതായത്
നമ്മൾ സ്റ്റോർ ചെയ്ത് റിഹേഴ്സലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇൻഫോർമേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്ത് കൊണ്ടുവന്നു. അതാണ് ഈ റിട്രീവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങളെ ഈ മെമ്മറി പഠിപ്പിക്കുന്നു, നിങ്ങൾ പഠിച്ചു, എൻ്റെ വീഡിയോ കണ്ട് ടാറ്റ ബൈ ബൈ, നോട്ടിഫിക്കേഷൻ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് പഠിച്ച് ടാറ്റ ബൈ ബൈ ഒക്കെ എനിക്ക് പറഞ്ഞ് നിങ്ങൾ പോയി ഇരുന്നിട്ട് പരീക്ഷയ്ക്ക്, സെമസ്റ്റർ 6 പരീക്ഷയ്ക്ക് ഇലക്ടീവ് കോഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം മെമ്മറി എന്താണ്, അതുപോലെ തന്നെ മെമ്മറിയുടെ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതാൻ ഉത്തരം വേണം. അതിനെന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടെല്ലാം മനസ്സിലാക്കി പിന്നെ നിങ്ങളിരുന്ന് പഠിക്കണം. എന്നാലേ നിങ്ങൾക്ക് അവിടെ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തത് ഈ റിട്രീവൽ എന്ന് പറയുന്ന പ്രോസസ്സിൽ 3 മെത്തേഡ് വരും. അതായത് 3R എന്നാണ് പറയുന്നത്. റീകോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ വിത്തൗട്ട് എക്സ്റ്റേണൽ ക്യൂ. പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മളതിനെ ആ ഒരു ഇൻഫർമേഷന് റിട്രീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റൈറ്റിംഗ് ആൻസേഴ്സ് ഇൻ ആൻ എക്സാം അല്ലേ, എക്സാമിന് ആൻസേഴ്സ് എഴുതുന്നത്. പിന്നെ റീകൊഗ്നീഷൻ, അതായത് ഐഡൻറ്റിഫൈങ് പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ വിത്ത് ക്യൂസ്. എന്തെങ്കിലും ഒരു ക്യൂസ് വെച്ചിട്ട് പ്രീവിയസ്ലി ലേൺ ചെയ്ത ഇൻഫർമേഷനെ ഐഡൻറ്റിഫൈ ചെയ്യുക. എക്സാമ്പിൾ, ചൂസിങ് ദ കറക്റ്റ് ആൻസർ ഇൻ MCQ അല്ലേ. MCQ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ വെച്ചിട്ടല്ലേ, ചിലപ്പോൾ കറക്കി കുത്തും നമ്മൾ, എന്നാലും പഠിച്ചതൊക്കെ വെച്ച് നമ്മൾ ടിക്ക് ചെയ്യാറുണ്ട്. പിന്നെ റീലേണിംഗ്, അതായത് ലേണിംഗ് ഇൻഫോർമേഷൻ ഫാസ്റ്റർ വെൻ ഇറ്റ് ഹാസ് ബീൻ ലേൺഡ് ബിഫോർ. നമ്മളൊരു കാര്യം നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കുകയാണെങ്കിൽ, വീണ്ടും വീണ്ടും ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെ റീലേണിംഗ് എന്ന് പറയും. റീസ്റ്റഡിങ് എ ചാപ്റ്റർ ടേക്ക് ലെസ് ടൈം ദാൻ ലേണിംഗ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം അല്ലേ. ആദ്യത്തെ തവണ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ബ്രെയിനിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ മനസ്സിലാക്കി പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ലേണിംഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫാസ്റ്റ് ആകും. പെട്ടെന്ന് ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ട്. ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയോ കേട്ടിട്ടുണ്ട്, ഇതാരോ എന്തോ പറഞ്ഞല്ലോ, എവിടെയോ എന്നൊക്കെ തോന്നും. ഓക്കെ, അപ്പോൾ ലേൺ ചെയ്യുക. അപ്പോൾ റിട്രീവലിൽ വരുന്ന 3R: റീകോൾ, റീകൊഗ്നീഷൻ, റീലേണിംഗ്. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് മെമ്മറി. മെമ്മറിയുടെ ടൈപ്സ്. ഒന്ന് സെൻസറി മെമ്മറി. സെൻസറി മെമ്മറിയെ നമുക്ക് SM എന്ന് വിളിക്കാം. സെൻസറി മെമ്മറി എന്ന് പറയുമ്പം ബ്രീഫ്ലി ഹോൾഡ് സെൻസറി ഇൻഫോർമേഷൻസ്. സെൻസറി ആയിട്ട് കിട്ടുന്ന ഇൻഫോർമേഷൻസിനെ എല്ലാം സെൻസറി മെമ്മറിയിലാണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, അവിടെയാണത് എത്തുന്നത്. ഓക്കെ, സെൻസറി മെമ്മറിയുടെ കപ്പാസിറ്റി വെരി ലാർജാണ്. ഡ്യൂറേഷൻ വെരി ഷോർട്ട്, അതായത് മില്ലി സെക്കൻഡ്സ് 2 seconds അത്രയേ ഉള്ളൂ. എക്സാമ്പിൾ, സീയിങ് ആൻ ഇമേജ് ഫോർ എ സ്പ്ലിറ്റ് സെക്കൻഡ് അല്ലേ. പെട്ടെന്നൊരു ഇമേജ് കാണുന്നു, അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു റോട്ടിലൂടെ. ഓക്കെ, റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തുമാത്രം കാഴ്ചകളാണ് കാണുന്നത്. പോസ്റ്റേഴ്സ് കാണുന്നുണ്ട്, പിന്നെ മ്യൂസിക് കേൾക്കാൻ പറ്റുന്നുണ്ട്, പല പല വണ്ടികൾ, ഇമേജസ് കാണുന്നുണ്ട്, എന്തെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങോട്ട് പോകും? നമ്മുടെ സെൻസറി മെമ്മറി. ഓക്കെ, അടുത്തത് ഷോർട്ട് ടേം മെമ്മറി, STM എന്ന് പറയും. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡിലേക്കായിരിക്കും ഇൻഫോർമേഷൻസ് എല്ലാം ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, കപ്പാസിറ്റി ലിമിറ്റഡ് കപ്പാസിറ്റിയേ ഉള്ളൂ. ഡ്യൂറേഷൻ 15 to 30 seconds വരെ. എക്സാമ്പിൾ, റിമെമ്പറിങ് എ ഫോൺ നമ്പർ ബ്രീഫ്ലി. നമ്മൾ പെട്ടെന്ന് പഠിച്ചു, ഷോർട്ട് ടേം മെമ്മറിയിലെത്തി, കുറച്ച് ദിവസത്തേക്ക് ആ ഒരു ഫോൺ നമ്പർ. അടുത്തത് ലോങ് ടേം മെമ്മറി, LTM, അതായത് സ്റ്റോർ ഇൻഫോർമേഷൻ ഫോർ എ ലോങ് ഡ്യൂറേഷൻ, നമ്മുടെ ലൈഫ് ടൈം വരെയും. ഓക്കെ,
നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയായിരിക്കും? ഇങ്ങനത്തെ ഇൻഫോർമേഷൻസ് എല്ലാം LTM ലോങ് ടേം മെമ്മറിയിൽ പോകും. കപ്പാസിറ്റി അൺലിമിറ്റഡ് ആണ്. ഡ്യൂറേഷൻ ലൈഫ് ടൈം. എക്സാമ്പിൾ റിമെമ്പറിങ് യുവർ സ്കൂൾ നെയിം, നമ്മളുടെ സ്കൂൾ നെയിം. ഓക്കെ, പിന്നെ ഡ്രൈവിങ് ഓർമ്മ നിൽക്കുന്നില്ലേ? ഡ്രൈവിംഗ് ഒക്കെ അതൊക്കെ നമ്മുടെ ലോങ് ടേം മെമ്മറിയിലെ കഴിവാണ് കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ മോട്ടോർ സ്കിൽസും വരുന്നുണ്ട്, എന്നാലും ലോങ് ടേം മെമ്മറിയാണ്. ഓക്കെ, അടുത്തത് അക്കിൻസൺ ഷിഫറിംഗ് മൾട്ടി സ്റ്റോർ മോഡൽ എന്ന് പറയുന്നതും ഇതേ സെയിം കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനൊരു ചോദ്യം വന്നാലും ഇത് തന്നെ എഴുതി വയ്ക്കുക. സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. Information flows from sensory memory to short-term memory through attention and long-term memory through rehearsal. അതാണ് നമ്മുടെ മെമ്മറിയുടെ അൾട്ടിമേറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സെൻസറി മെമ്മറിയിലൂടെ ഒരു കിട്ടുന്ന ഇൻഫോർമേഷൻ ആദ്യം ഷോർട്ട് ടേം മെമ്മറിയിലെത്തും. അവിടെ നിന്നും അറ്റൻഷനോടുകൂടി എങ്ങോട്ട് പോകും? LTMത്തിൽ പോകും. LTMത്തിൽ പോകുമ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് എടുക്കണം, ആ ഒരു സംഭവം തിരിച്ച് കൊണ്ടുവരണം, ഓർമ്മയിലെത്തണം, അതെന്താ സംഭവം എന്നുള്ളത്. അതൊക്കെ റിഹേഴ്സലാണ്. റിഹേഴ്സലിലൂടെയാണ് LTMത്തിലെത്തുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അതെന്താ സംഭവം, നമുക്കത് കിട്ടണമെന്ന് പറയുമ്പോൾ നമ്മളതിനെ റിട്രീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് തിയറി. എന്താണ് ഈ പ്രോസസ്സിംഗ് തിയറി, ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് തിയറി? പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ക്രെയ്ഗ് ലോക്ക്ഹാർട്ട്, ഇവർ രണ്ടുപേരാണ് കേട്ടോ. ഈ തിയറി സ്റ്റേറ്റ് ചെയ്യുന്നത് മെമ്മറി റിട്ടൻഷനാണ്. ഡിപ്പെൻഡ്സ് ഓൺ ഡെപ്ത് ഓഫ് പ്രോസസ്സിങ്. എത്രത്തോളം പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ ആ ഒരു ഡെപ്ത് അനുസരിച്ചിട്ടാണ് മെമ്മറിയിൽ റിട്ടൻഷൻ ഉണ്ടാകുന്നതെന്നാണ് ഈ തിയറി പറയുന്നത്. ഷാലോ പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ അവിടെ റിട്ടൻഷൻ പുവറാണ്. ഡീപ്പ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള റിട്ടൻഷൻ ഉണ്ട്. എക്സാമ്പിൾ, അണ്ടർസ്റ്റാൻഡിങ് മീനിങ് ഗീവ്സ് ബെറ്റർ മെമ്മറി ദാൻ റോട്ട് ലേണിംഗ്. അല്ലേ, നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ മനസ്സിലാക്കി ക്ലിയർ കട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. പകരം ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അവിടെ നിന്ന് കച്ചപ്പുച്ച എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ? ഒന്നും മനസ്സിലാവില്ല. നമ്മുടെ മെമ്മറി പറയും, എന്തുവാടേ കാണിക്കുന്നേ, ഇങ്ങനെ ചോദിക്കും. ഓക്കെ, അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മെമ്മറി. അറ്റൻഷൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മുടെ മെമ്മറി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒന്ന് അറ്റൻഷൻ. പോയി ഫസ്റ്റ് ചാപ്റ്റർ കാണുക, ഫസ്റ്റ് മൊഡ്യൂൾ കാണുക. ഇൻട്രസ്റ്റ്, മോട്ടിവേഷൻ, നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ്, പ്രാക്ടീസ് ആൻഡ് റിഹേഴ്സൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെമ്മറി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലേ. അറ്റൻഷനോടുകൂടിയിരുന്ന് പഠിച്ചാൽ അത് മെമ്മറിയിലെത്തും. ഇൻട്രസ്റ്റോടുകൂടിയിരുന്ന് പഠിച്ചാൽ മെമ്മറിയിലെത്തും. മോട്ടിവേഷൻ കൊടുത്ത് പഠിച്ചാൽ അത് മെമ്മറിയിലെത്തും. ഇമോഷൻ സ്റ്റേറ്റ്, നമ്മുടെ ഇമോഷൻ സാഡ് ആണെന്നുണ്ടെങ്കിൽ മെമ്മറിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണത്. ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യാം, പല കണ്ടീഷൻസും വരും. പ്രാക്ടീസും റിഹേഴ്സലും ചെയ്യുമ്പോൾ മെമ്മറി ബെറ്റർ ആകും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫാക്ടേഴ്സ്, മെമ്മറിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ അടുത്ത പോർഷൻ നമുക്ക് നാളെ കാണാം, അല്ലെങ്കിൽ നാളെ പഠിപ്പിക്കാം. ബൈ.